എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഏതൊരു ചടങ്ങും അതിനൊരു തുടക്കം കുറിക്കാൻ ആരെങ്കിലും വേണമല്ലോ. രണ്ട് കൊച്ചുകുഞ്ഞുങ്ങൾ കുമാരി ഭവ്യ ഭാഗ്യ അവർ വന്ദേമാതരം ചൊല്ലി ഐശ്വര്യപൂർണമായ ഒരു തുടക്കം കുറിച്ചു. അത് കഴിഞ്ഞ് വേദിയിലിരിക്കുന്ന ശ്രീമതി കുമാരി മായ PS വാർഡ് മെമ്പർ, അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീമതി ശോഭന തങ്കച്ചി, പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കൃഷ്ണദാസ്, ഞാനൊക്കെ വിളിക്കുന്നത് കൃഷ്ണദാസേട്ടൻ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും അതിനുശേഷം കോളേജിൽ വരുമ്പോഴൊക്കെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കത്തിച്ചൊലിക്കുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണദാസേട്ടൻ. അപ്പോൾ അവരെയൊക്കെ കണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ഈ അടുത്തിടെയാണ് നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. പലപ്പോഴും ദാസേട്ടനെ കാണുന്നത് എയർപോർട്ടുകളിൽ വെച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ദേശീയ സമിതി അംഗമാണെന്ന് തോന്നുന്നു. അതിനുശേഷം ആന്ധ്രയിലാണ് ചാർജ്. ബാംഗ്ലൂരിലും ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കാണാറുണ്ട്. ഇന്നിങ്ങനെ ഞങ്ങളെത്ര പാർക്കുമ്പോഴാണ് ഇങ്ങനെ ഭൂമിയിൽ വെച്ച് കിട്ടി ഞങ്ങളെ. ഒപ്പം ഡോക്ടർ അഷ്റഫ് എനീസ് നായക. ഇപ്പൊ ഡോക്ടറെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേരുള്ളതുപോലെ തന്നെ അദ്ദേഹം നിംസിലെ കാർഡിയാക് വിഭാഗത്തിന്റെ നായകനാണ് അറിയാൻ കഴിഞ്ഞു. ഒപ്പം മറ്റൊരു ഡോക്ടർ ഇരിക്കുന്നു, ഡോക്ടർ ഇന്ദിര. ഡോക്ടറും ഹസ്ബൻഡും വളരെ പ്രശസ്തരും. ഈ പറഞ്ഞ പോലെ എപ്പോഴും അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ ആദ്യം മനസ്സിൽ ഒരു കാര്യം തീരുമാനിക്കണം. കാരണം ഈ ആ സുഖം എന്നുള്ളതിനത്തെ മാറ്റി നമുക്ക് സുഖം തരുന്നവരാണെങ്കിൽ ആ സുഖം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവർ ദൈവതുല്യരാണ്. അപ്പോ താൻ പാതി ദൈവം പാതി എന്ന് മനസ്സിൽ വെച്ച് വേണം ഡോക്ടർമാരെ കാണാൻ പോകുന്നത്. അതായത് അവർ അവരുടെ പാതി ചെയ്യും. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഓർക്കുക, നമ്മൾ എന്തെങ്കിലും അസുഖമായി ഡോക്ടർമാരെ കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആ ഡോക്ടർമാരിൽ ഒരു വിശ്വാസം അർപ്പിക്കണം. എന്റെ അസുഖത്തിന് ഒരു മാറ്റം അവർ ഉണ്ടാക്കി തരും. ആ ഒരു വിശ്വാസത്തോടെ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ അസുഖങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒപ്പം ഇതിനകത്ത് ശ്രീമതി കവിത ഉണ്ണികൃഷ്ണൻ വേദിയിരിപ്പുണ്ട്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എപ്പോഴും നമുക്കെല്ലാവരും എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവരായിരിക്കും. ഞാനൊക്കെ കൂടുതലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന കാലത്ത് സിനിമയിൽ വില്ലൻ വേഷങ്ങളായിരുന്നു. ഈ വില്ലൻ വേഷത്തിൽ എപ്പോഴും ഇടി വാങ്ങിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ 10, 100, 200 തവണ ഇടി കൊണ്ട് വീഴുന്ന സീനുകൾ അഭിനയിക്കും. അപ്പോൾ കാണുന്നവരായിരിക്കും അവർ വീണ്ടും എണീക്കുമ്പോൾ ഇതിന്റെ ഷൂട്ടിംഗ് ആണ്, അഭിനയമാണ്. പക്ഷേ അന്ന് ഈ സേഫ്റ്റി സൈഡ് വളരെ കുറവാണ്. ഈ കുഷനുള്ള വെട്ടുകളൊന്നുമില്ല. ഈ കട്ടത്തറയിലാണ് നമ്മൾ പലപ്പോഴും വീഴുന്നത്. പക്ഷെ അന്നത്തെ ചെറുപ്പകാലവും ഒപ്പം അടുത്ത സിനിമയിൽ നമുക്ക് മികച്ച വേഷം കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് എന്തും ചെയ്യും. അവർ ഡയറക്ടർ ചോദിക്കും, ആ ഷോറെല്ലാം പറ്റിയോ? ഒന്നും പറ്റില്ല, നല്ല നടുവേദനയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അന്നൊക്കെ ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ട് പോകും. നമ്മുടെ വിചാരം ഉണ്ടാവും അടുത്ത സിനിമയിലെ നായകനാവും. പക്ഷെ ഓരോരുത്തർക്ക് ഒരു വിധിയുണ്ട്. സിനിമയിൽ വന്ന് ഇടി കൊള്ളാനായിരുന്നു എനിക്ക് വിധി. ഈ എനിക്കൊക്കെ വിധി നല്ലത് കിട്ടുന്നത് സീരിയലാണ്. ഇപ്പൊ നിങ്ങളൊരു സീരിയൽ കാണുന്നുണ്ടോ? കൃഷ്ണദാസേട്ടൻ പറഞ്ഞ പോലെ രാത്രി 9:15 കൂടെ വിളിയുള്ള സീരിയൽ ചിലത് ചിരിക്കുന്നുണ്ടോ? അതിനകത്ത് അത് കാണുന്നുണ്ടെന്നുള്ളതാണ്. കാണുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കയ്യിലൊക്കെ ആഞ്ഞു മുട്ടിക്കുക അല്ലെ ആൾക്കാരെ എത്തി കാണില്ലെന്ന്. സന്തോഷം എല്ലാവരും. അപ്പോ സീരിയൽ വരുമ്പോഴാണ് എപ്പോഴും നല്ല വേഷങ്ങൾ കിട്ടാറുള്ളത്. അതായത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കും ഇന്നത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എന്തോ സിനിമയിൽ എനിക്കത് കിട്ടിയില്ല. പക്ഷെ എന്നും കേരള ജനത ഞങ്ങളുടെ കുടുംബത്തിനോട് അഗാധമായ സ്നേഹം കാണിച്ചിട്ടുണ്ട്. പണ്ട് ഒരു നടനെന്ന രീതിയിൽ എനിക്കൊരു അഡ്രസ് ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലെ മലയാളി സമൂഹം എന്നെയും എന്റെ കുടുംബത്തിനെ സ്നേഹിക്കുന്ന തെളിവെന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് പുതിയൊരു അഡ്രസ് കിട്ടിയിരിക്കുകയാണ്. ആ അഡ്രസ് എന്താ വെച്ചാൽ 4 പെൺമക്കളുടെ പിതാവ് എന്ന അഡ്രസ്സാണ്. ഞാൻ പലർക്കും ചിലപ്പോൾ കൊച്ചുകുട്ടികൾ വന്ന് സംസാരിക്കാൻ കഴിയും. അങ്കിൽ എന്ന് പറഞ്ഞൊരു എനിക്കറിയാം എന്റെ ഏഴായി മോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഇഷാനി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. കുറച്ചൊരു പൊക്കമുള്ള ആൾക്കാർ വന്നാൽ അത് 3ാമത്തെ ആള് ഇഷാനിയുടെ ഹൻസിക്കാണ് 4ാമത്തെ. ഈ കുറെ അധികം പിള്ളേരൊക്കെ പേര് തെറ്റിക്കുക. പണ്ട് എന്റെ അമ്മ എന്നെ പലപ്പോഴും തെറ്റി വിളിക്കും. അമ്മയുടെ അനിയന്റെ പേര് വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അമ്മയുടെ തിരിക്കും, എന്തോ അമ്മ എന്റെ പേര് അറിയില്ലത്. പക്ഷേ എനിക്കൊരു പ്രായമായപ്പോഴും എനിക്ക് എന്റെ മക്കളുടെ പേര് തെറ്റി തുടങ്ങി. അപ്പൊ ഭാര്യ എപ്പോഴും പറയും, 4 പിള്ളേരുടെ പേര് വിളിക്കാറില്ല. പക്ഷെ അടുത്ത കാലത്ത് ഭാര്യയെ തെറ്റിച്ചു വിളിച്ചു. ഈ ഭാര്യയ്ക്ക് പ്രായമായി വരികയാണ് എന്നൊരു കുട്ടികൾ കൂടണമെന്നല്ല, ഇഷ്ടംപോലെ കുട്ടികളെല്ലാം ഉണ്ടാക്കുക. അപ്പൊ ഇപ്പോ പുതിയൊരു മേഖലാ സംസ്ഥയിൽ 4 പെൺമക്കളുടെ ഇതിലറിയപ്പെടുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം എന്ന് വെച്ചാൽ കേരള സമൂഹം ഞങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഈ പറയുന്ന പോലെ വലിയൊരു നായകത്വമോ അല്ലെങ്കിൽ സ്റ്റാർഡമോ ഉള്ള ഒരു നടനാണ്.
എന്നിട്ട് പോലും കേരള ജനത ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ എവിടെ ചെല്ലുമ്പോഴും ഈ സീരിയൽ കാണുന്നു, സീരിയലിന്റെ വിശേഷം കുറിക്കുന്നു. ഇതിനൊക്കെ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നത്. ഇന്ന് തന്നെ എന്നെ കൃഷ്ണദാസനെ വേദിയിലേക്ക് വിളിച്ചു, ഈ പ്രോഗ്രാമിനായിട്ട് വിളിച്ചു. ഇപ്പൊ നമുക്ക് പലയിടത്തും പോകാൻ ഇഷ്ടമാണ്, പല രാഷ്ട്രീയ വേദികളെക്കാളൊക്കെ ഇഷ്ടം ഇത്തരം വേദികളാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് ചെറുപ്രായത്തിൽ പറയുമ്പോൾ നമ്മൾ അന്ന് പറയുമായിരുന്നു എന്ത് ഹെൽത്ത്, വെൽത്ത്, കാശ് തന്നെ വലുത് എന്ന് വിചാരിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ എനിക്ക് ഈ ഗുരുതരമായ നടുവേദന ഒന്ന് കിടക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊരു സിനിമയ്ക്ക് വിളിക്കുമ്പോൾ നമുക്കൊരു ജോലിയാണ്, ധനം കിട്ടുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ അറിയുന്നത് എങ്ങനെയെങ്കിലും ഈ വേദന ഒന്ന് പോയി കിട്ടിയാൽ മതി. നമ്മുടെ ഡോക്ടർമാർക്ക് ഡോക്ടർ എങ്ങനെയെങ്കിലും വേദന മാറ്റിത്തരണം. ഈ കാലം, അതായത് ഇപ്പൊ എനിക്ക് 52 വയസ്സാണ്. ഈ 52 വയസ്സായപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലുത്. അതില്ലെങ്കിൽ സർവ്വതും നഷ്ടപ്പെടും. അപ്പോ ഈ ആരോഗ്യ സേവന രംഗത്ത് ഇന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കുറെ അധികം ആൾക്കാർക്ക് ആ സുഖത്തിൽ നിന്ന് സുഖമുണ്ടാക്കി കൊടുക്കുന്ന ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് നായകത്വം വഹിക്കുന്ന എന്റെ കൃഷ്ണദാസേട്ടൻ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചപ്പോൾ സസന്തോഷമാണ് ഞാൻ വന്നത്. കാരണം ഇവിടെ ഇന്ന് ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. കാരണം എത്രയായാലും വേദന മാറി ആ സുഖത്തിലോട്ട് എത്തുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, നിങ്ങളോടൊക്കെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ, ഈ പ്രോഗ്രാമായിട്ട് എന്നെ വിളിച്ചത്, ഇപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വേദിയിരിക്കുന്നത് മാത്രമല്ല, ഇവിടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ, ഡോക്ടേഴ്സ്, നഴ്സസ് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഇവിടെ വരാൻ കഴിഞ്ഞ അതിയായ സന്തോഷം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് നിലവിലുത്താൻ ഇങ്ങനെ ഒരു അവസരം എന്ന വിശ്വാസത്തിനോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒപ്പം ഈ പ്രോഗ്രാമിന്റെ സ്പോൺസർഷിപ്പായ, അതായത് ന്യൂസ് ഹോസ്പിറ്റലാണെങ്കിൽ അതിന്റെ നെടുനായകത്വം വഹിക്കുന്ന എന്റെ സഹോദരൻ ശ്രീ ഫൈസൽ ഖാന്റെ പ്രസൻസ് ഇവിടെ കണ്ടില്ല. എന്റെ വർഷങ്ങളായുള്ള സുഹൃത്താണ്. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ആരോഗ്യമുണ്ടാവട്ടെ. നന്ദി. അടുത്ത ആശംസ അർപ്പിക്കുന്നതിനായി കാർഡിയക് സർജൻ നിംസ് ഹോസ്പിറ്റലിലെ കാർഡിയക് സർജനായ ഡോക്ടർ ഇ അഷർ എൽസിനെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമോ സേവ കേന്ദ്ര നിംസ് മെഡിസിറ്റി ചേർന്ന് കണ്ടക്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ്. ഞാൻ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാൻ പോവാണ്. അപ്പൊ ഈ മെഡിക്കൽ ക്യാമ്പിലെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. ജനറൽ മെഡിസിൻ ഉണ്ട്, ജനറൽ സർജറി ഉണ്ട്, ഗൈനക് ഉണ്ട്, ഓർത്തോ ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി കാർഡിയാക് ഉണ്ട്, കാർഡിയാക് സർജറി ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, പിന്നെ ഡെന്റൽ ഉണ്ട്, ഓപ്തമോളജി ഉണ്ട്. സോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് വെക്കാനുള്ള. അപ്പൊ നമുക്ക് അതുകൂടെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. ഷുഗർ നോക്കാനുണ്ട്, കൊളസ്ട്രോൾ നോക്കാനുണ്ട്, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ECG ഉണ്ട്, എക്കോ കാർഡിയോഗ്രാം ഉണ്ട്, അൾട്രാസൗണ്ട് ആക്കാനുണ്ട്. സോ ബേസിക്കലി ബേസിക്കലി നമുക്കൊരു അസുഖം ഉണ്ടോ ഇല്ലയോ, നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഇവിടെ വെച്ച് തന്നെ ഒരു തീർവ് കാണാൻ പറ്റും. പെർമനന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടിയ ആൾക്കാർ മാത്രം ഹയർ സെന്റേഴ്സിലോട്ട് റെഫറൻസ് വേണ്ടിയില്ല. അല്ലാതെ നിങ്ങളൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾ ഇല്ല, നമുക്കൊരു അസുഖം ഉണ്ടോ ഉള്ള ഒരു സംശയമുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ തൽക്കാലം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതിന്റെ കൂടെ കുറച്ച് അവൈലബിൾ മെഡിസിൻസും, എല്ലാ മെഡിസിൻസും കാണില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള എല്ലാ അവൈലബിൾ മെഡിസിൻസും ഉണ്ട്. അപ്പോ ഈ ഫെസിലിറ്റീസ് എല്ലാവരും പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക. ബിക്കോസ് ഇത്രയും ഒരു ഫെസിലിറ്റീസ് മൊബൈലൈസ് ചെയ്ത് ഇവിടെ വെച്ച് ചെയ്യുന്ന ഒരു ക്യാമ്പ് ശരിക്കും നമ്മൾ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ അത് യൂസ് ചെയ്യുക. സോ ഇത് കണ്ടക്ട് ചെയ്യുന്ന ഈ നമോ സേവ കേന്ദ്ര നിംസ് മെഡിസിറ്റി ഇവർക്കോട് നന്ദി പറഞ്ഞിട്ട് എല്ലാവരും നന്ദി. നമസ്കാരം. അടുത്ത ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു ഡോക്ടർ ഇന്ദിര, റിട്ടയർഡ് സർജൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. എന്റെ നാട്ടുകാരെന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്ന് പറഞ്ഞാൽ ഒരു ടമ്പരും അല്ലെങ്കിൽ അധികം ദൂരമൊന്നുമില്ല.
കുറവായതിനാൽ ഒരുമാതിരിപ്പെട്ട സർജറി കേസുകൾ CA ബ്രസ്റ്റ്, ക്യാൻസർ മാത്രമല്ല മാറിലെ അസുഖങ്ങളെല്ലാം, അതുപോലെ ഹെർണിയ, അപ്പൻഡിസൈറ്റിസ്, വേരിക്കോസ് വെയിൻ, പൈൽസ്, ഫിഷർ, സ്ത്രീകളെ കാണിക്കാതെ എല്ലാവരും വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനമാണ് നമ്മുടെ അടുത്ത് വരുന്നത്. എങ്കിലും ഇതെല്ലാം കാണിക്കാൻ സ്ത്രീകൾക്ക് പറ്റിയ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിംസിൽ വളരെ സന്തോഷത്തോടെ, ഞങ്ങൾ നിംസിൽ ജോലി ചെയ്യാന്ന് പറയുന്നത് ജനലാശുപത്രിയിലൊക്കെ ജോലി ചെയ്ത അതേ ലാഘവത്തോടെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ടീവാണ്. സ്റ്റാഫ് അതുപോലെ നല്ലതാണ്. ഒരു തരത്തിലും ബില്ലിന്റെ കാര്യത്തിൽ പോലും ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ബില്ലിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ നിംസിനെ പോലെ വേറെ ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ സാധാരണ ശരിക്കും പറഞ്ഞാല് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എല്ലാ ഡോക്ടർമാരും സ്വഭാവം കൊണ്ടും പ്രശസ്തി കൊണ്ടും എല്ലാം കൊണ്ടും വളരെ നല്ല ഡോക്ടർമാരാണ് അവിടെ ഉള്ളത്. നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും കൺസെഷൻ തരണമെങ്കിൽ ഒരുപാട് ക്യാമ്പുകൾ ഇങ്ങനെ ദിവസവും ക്യാമ്പ് വെച്ചേക്കുന്ന ഒരു പ്രൈവറ്റ് ആശുപത്രിയും കേരളത്തിൽ കാണത്തില്ല. അത്രയ്ക്കും സേവനമാണ് ഫൈസൽ സാറിന്റെ കീഴിൽ നിംസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ടീം തന്നെയുണ്ട്. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും ഈ നമോ സേവാ സംഘത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ആശംസ അർപ്പിക്കുന്നതിന് വരുന്ന എല്ലാം നല്ലത് സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉപഹാര സമർപ്പണത്തിനായി AK കൃഷ്ണ സാറിനെ ഉപഹാരം ഏറ്റുവാങ്ങാനായി ശ്രീ കൃഷ്ണകുമാർ അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങാനായി ശ്രീമതി ശോഭന തങ്കച്ചിയെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങാനായി ശ്രീ PK കൃഷ്ണദാസൻ ഡോക്ടർ E അഷർ അടുത്തതായി ഡോക്ടർ ഇലിയ അടുത്തതായി ശ്രീമതി കവിത ഉണ്ണികൃഷ്ണൻ കൃതജ്ഞത അർപ്പിക്കുവാനായി ശ്രീമതി കവിത ഉണ്ണികൃഷ്ണനെ എഴുതിയിട്ടുണ്ട്.